അങ്ങനെ കാത്തിരുന്ന് 10ാമത്തെ ദിവസമായി. ദിസ് ഈസ് ദ 10th ഡേ ഓഫ് ദ 10-day സീരീസ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്നത്തെ 10ാമത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ ഇന്നലെ ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഓർഗനൈസർ ആയാലും എന്തായാലും അത് നമുക്ക് വീട്ടിൽ വെക്കാനല്ലേ പറ്റുള്ളൂ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ ഓർഗനൈസറൊക്കെ വിചാരിച്ചാണ് ഒരു സ്കൂളൊക്കെ തുറക്കുമ്പോൾ എന്തായാലും പെൻസിൽ കേസും അതൊക്കെ കോമൺ അല്ലേ. അപ്പോൾ സ്റ്റാമ്പും അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് ഈ ഒരു സ്റ്റാമ്പ് നിങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയി നല്ല ഷോ ഇറക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ 2 ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെന്ത് ഷേപ്പ് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഷേപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്കുള്ള സംഭവമായിരിക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഗ്ലിറ്റർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, തെർമോക്കോളോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇതിന് ഡിസൈനായിട്ട് ഞാൻ സർക്കിൾ ഷേപ്പിൽ ആ ഒരു ബോട്ടിൽ ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് അത് ഹൈലൈറ്റർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിൽ ക്യാപ്പിൻ്റെ പുറത്തുള്ള ആ ഒരു ചുറ്റിയ ഭാഗം, ആ ഒരു ഭാഗം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഒരു പേപ്പറും കൊണ്ട്. അതൊന്ന് ഡിസൈൻ ചെയ്തും കൂടി കൊടുക്കണം. ഇത് ഫെവിക്കോള് വെച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ടോ കവർ ചെയ്യാം. ഞാൻ കുറച്ച് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ചെയ്തത്, ബട്ട് അതിങ്ങനെ ഇളകി വരുന്നത് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. ബ്രഷ് മാർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. 2 മാസം എന്നുള്ള വെക്കേഷൻ 10 ദിവസത്തിൽ തീർന്ന പോലുള്ള അവസ്ഥയാണ് ഇപ്പം നമുക്ക്. എന്തായാലും അടുത്ത വീഡിയോസ് ഞാൻ കുറച്ച് ടിപ്സായിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് നമ്മുടെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടു ഡു ലിസ്റ്റിലും കൂടി നമുക്ക് എഴുതി വയ്ക്കാം. സോ അതായിട്ടായിരിക്കും മാക്സിമം ഞാൻ വരാൻ സാധ്യത. നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. സംടൈംസ് ചില സാഹചര്യം കാരണം ഉണ്ടാവാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് ഈ ഒരു സ്റ്റാമ്പിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. സോ മാക്സിമം ഞാൻ സ്കൂൾ തുറക്കുന്നതിനുള്ളിൽ അങ്ങനെ കുറച്ച് ടിപ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഞാൻ ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലിറ്റർ പേപ്പറിൽ ആ മുകളിലുണ്ടായിരുന്ന ആ ഗിൽട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ അങ്ങനെ ചെയ്തില്ല. ജസ്റ്റ് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കളർ ചെയ്ത് പിന്നെ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി നോക്കി. ബ്രഷ് പെന്നോ പെയിൻറ്റോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് ഗിൽട്ട് ഇങ്ങനെ പുറത്ത് ചടി വന്നതുപോലെ കണ്ടു. അതുകൊണ്ട് ക്ലിയർ ആയി വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഗിൽട്ടൊക്കെ ഫസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറയുകയില്ല, കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെയുണ്ട്. ഇതിൽ ആ ഗിൽറ്റ് ഉള്ളത് കൊണ്ടാണ് കുറച്ചിങ്ങനെ ക്രാഷ് ആയിട്ട് വരുന്നത്. അത് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. തെർമോക്കോൾ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ.